Hello everyone, welcome to Inside Research Analytics Weekly Market Report. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബർ 8 മുതൽ 12 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി മിക്സ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. നിക്ഷേപകർ US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനത്തിന് മുൻപായി പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയത് മൂലം സെൻസസും നിഫ്റ്റിയും ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് സമ്മർദ്ദത്തിലായിരുന്നു. വിദേശ നിക്ഷേപകരായിട്ടുള്ള FIIs ആകട്ടെ വിറ്റൊഴിക്കലും രൂപയുടെ ദുർബലതയും മൂലം വിപണി മനോഭാവത്തെ കാര്യമായി ബാധിച്ചിട്ടുമുണ്ട്. അതിനോടൊപ്പം തന്നെ മിഡ് ക്യാപ് ബ്ലൂ ചിപ്പ് ഓഹരികളുടെ സെൽ ഓഫും കണ്ടതോടെ ആഴ്ചയിൽ വോളറ്റൈലിറ്റി കൂടുതലായിരുന്നു. എന്നാൽ ആഴ്ചയുടെ അവസാനം ഫെഡ് 25 BPS റേറ്റ് കട്ട് പ്രഖ്യാപിച്ചതോടെ ഗ്ലോബൽ വിപണികളിൽ റിസ്ക് അപ്പറ്റൈറ്റ് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയിലും അതിന്റെ ഫലമുണ്ടായി. ഒടുവിൽ സെൻസസ് 0.51% ഇടിഞ്ഞ് 85,267 നിഫ്റ്റി 0.53% ഇടിഞ്ഞ് 26,046 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ് ആകട്ടെ 1.14%, സ്മോൾ ക്യാപ് 0.65% നേട്ടത്തോടെ ക്ലോസ് ചെയ്തു. ഇനി ഈ വീക്കിലെ ഡേയ്സ് നോക്കുമ്പോൾ വിപണി ഈ ഒരാഴ്ചയിലുടനീളം മിക്സ്ഡ് ഗ്രോത്ത് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തിങ്കളാഴ്ച സെൻസസ് 609 പോയിന്റും നിഫ്റ്റി 225 പോയിന്റും ഇടിഞ്ഞ് നിക്ഷേപകരിൽ ജാഗ്രത ഉണ്ടാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയും സെൽ ഓഫ് തുടർന്നുകൊണ്ടേയിരുന്നു. വിപണി വീണ്ടും 400+ പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. ബുധനാഴ്ച ചെറിയ റിട്രേസ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷേ മൈനർ നഷ്ടത്തോടെ തന്നെയാണ് ക്ലോസ് ആയിട്ടുണ്ടായത്. വ്യാഴാഴ്ച ഗ്ലോബൽ ക്യൂ സ്ലൈഡ് പോസിറ്റീവ് ആയതോടെ തന്നെ ഇൻഡെക്സസ് എല്ലാം തന്നെ നല്ല റാലി കാണിച്ചിരുന്നു. സെൻസസ് 426 പോയിന്റ് ഉയർന്നു, നിഫ്റ്റി 140 പോയിന്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഴ്ചയിൽ ഏറ്റവും മികച്ച പ്രകടനം വെള്ളിയാഴ്ചയായിരുന്നു. ഫെഡ് റേറ്റ് കട്ട് പ്രഖ്യാപിച്ചതിന്റെ ഫലമായിട്ട് സെൻസസ് 444 പോയിന്റും നിഫ്റ്റി 148 പോയിന്റും ശക്തമായി ഉയർന്നു. ബാങ്കിംഗ്, IT, FMCG, ഓട്ടോ സ്റ്റോക്സ് എന്നിവയിൽ ശക്തമായ ബൈയിങ്ങും ഉണ്ടായത് വിപണിക്ക് ഒരു റീബൗണ്ട് എനർജി നൽകിയിട്ടുണ്ട്. യൂറോപ്പിലെ സാമ്പത്തിക അവലോകനവും ഈ ഒരു വീക്ക് ചർച്ചാ വിഷയമായിരുന്നു. UK എക്കോണമിയിൽ 3 മാസത്തിലായി 0.1% ആണ് കോൺട്രാക്ഷനായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. സർവീസസ്, കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിംഗ് എന്നീ മേഖലയിൽ ആക്ടിവിറ്റി കുറഞ്ഞതാണ് ഇതിന് പ്രധാന കാരണമായി മാറിയത്. ഇത് ബ്രിട്ടന്റെ എക്കോണമിക് റിക്കവറി വീണ്ടും സ്ലോ ആകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം സ്വിറ്റ്സർലൻഡ് സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് 0% എന്ന നിലവാരം തന്നെ തുടരാൻ തീരുമാനിച്ചു. അവിടെ ഇൻഫ്ലേഷൻ കുറച്ചാണ് വന്നെങ്കിലും ഡിമാൻഡ് സൈഡ് ആക്ടിവിറ്റി ഇപ്പോഴും ശക്തമല്ലെന്നാണ് സൂചന. ഏഷ്യ പസഫിക് മേഖലയിലും പല നിർണായക സാമ്പത്തിക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചൈനയുടെ എക്സ്പോർട്സ് 5.9% ഉയർന്നതും ഇമ്പോർട്ട്സ് 1.9% വർദ്ധിച്ചതും ട്രേഡ് ആക്ടിവിറ്റി മെച്ചപ്പെട്ടതിന്റെ തെളിവാണ്. റയർ എർത്ത് എക്സ്പോർട്ട് 24% ഉയർന്നതും ഗ്ലോബൽ സപ്ലൈ ചെയിൻ സ്ട്രെസ്സുകൾ കുറയ്ക്കാൻ സഹായിക്കും. CPI 0.7% ഉയർന്നതും ഡിഫ്ലേഷൻ അപകടം കുറയുന്നതിന്റെ പ്രധാന ലക്ഷണമാണ്. പക്ഷേ ഫാക്ടറി ഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് PPI -2.2% ആയതും ഇൻഡസ്ട്രി പ്രൈസിംഗ് പവർ ഇപ്പോഴും താഴെയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ജപ്പാനിൽ GDP 2.3 കോൺട്രാക്ഷൻ കാണിച്ചതോടെ മാർക്കറ്റ് സെന്റിമെന്റ് വീണ്ടും ഒരു ഇരുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രിലിമിനറി 1.8 കോൺട്രാക്ഷൻ ഫിഗർ എന്ന താഴേക്ക് വന്നതോടെ ജപ്പാൻ മോണിറ്ററി ഈസിംഗ് തുടരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ വിപണിക്കുള്ളത്. ഏഷ്യയിലെ ഈ മിക്സ്ഡ് സിഗ്നൽസ് കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കോഷ്യസ് ടോണാണ് തുടരാൻ സാധ്യതയുള്ളത്. അമേരിക്കയുടെ സാമ്പത്തിക റിപ്പോർട്ടുകളും ഫെഡിന്റെ പലിശ നിരക്ക് തീരുമാനവും ഈ ഒരു വീക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഫെഡ് ഫണ്ട്സ് റേറ്റ് 25 BPS കുറച്ചത് 3.50 മുതൽ 3.75 റേഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചെയർമാൻ ജെറോം പവൽ ഈ ഒരു റേറ്റ് കട്ട് സൈക്കിളിലെ അവസാനത്തെ മാറ്റമായി കാണണമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. ഫെഡ് $40 ബില്യൺ ട്രഷറി ബിൽ പർച്ചേസ് പ്രോഗ്രാം തുടങ്ങി. ഷോർട്ട് ടൈം yields താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കോർ PCE ഇൻഫ്ലേഷൻ 2.8 ആയതോടെ കൂൾ ഡൗൺ ആയി മാർക്കറ്റ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ് വീണ്ടും തുടരുകയാണ്. ഈ ഒരു സോഫ്റ്റ് ഇൻഫ്ലേഷൻ ഫിഗർ ഫ്യൂച്ചർ മോണിറ്ററി ഈസിംഗിലുള്ള പ്രതീക്ഷകൾ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഈ ഒരു പോസിറ്റീവ് അപ്ഡേറ്റുകൾ ഏഷ്യൻ ആൻഡ് ഇന്ത്യൻ മാർക്കറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതാണ് വെള്ളിയാഴ്ച ഇന്ത്യയിൽ കണ്ട ശക്തമായ റീബൗണ്ടിന്റെ പ്രധാന കാരണമായി മാറിയത്. ഗ്ലോബൽ റിസ്ക് സെന്റിമെന്റ് മെച്ചപ്പെട്ടതോടെ അടുത്ത ആഴ്ചകളിലും ചില ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാമെന്നുള്ള ഒരു പ്രതീക്ഷ സൃഷ്ടിക്കപ്പെടുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.